ഹലോ ഫ്രണ്ട്സ്, ഇതാ കണ്ട സ്ഥലമില്ലാത്തത് കാരണം ഞാൻ ഇത് ഫാഷൻ ഫ്രൂട്ട് ഇതിലാണ് വെച്ചേക്കുന്നത്. ഈ ഒരു ബക്കറ്റായിരുന്നു, അലുമിനിയം ബക്കറ്റ്. അതിൽ വെച്ച് വന്ന് വേരെല്ലാം കൂടി മണ്ണില്ല കേട്ടോ. നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാലും അത് പെട്ടെന്ന് അങ്ങ് പിടിക്കത്തില്ല, അങ്ങ് പുറത്ത് പൊയ്ക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇതാണ്. ആ ഫാഷൻ ഫ്രൂട്ടിനെ ഒന്ന് ശരിയാക്കിയെടുത്ത് അത്രയും വേരാണ്, മണ്ണില്ലെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇനി അതിൽ നിന്നും കുറേ മണ്ണ് ഇത് വേര് പോലെയുള്ള സാധനങ്ങളെല്ലാം മാറ്റി കഴിഞ്ഞിട്ട് നമുക്ക് നല്ലവണ്ണം ചാണകപ്പൊടിയും എല്ലാം ഇട്ട് ശരിയാക്കി എടുക്കണം. ചാണകപ്പൊടിയൊക്കെ വാങ്ങണം. ഇനി വാങ്ങിയിട്ട് ഇതിലിട്ട് സെറ്റാക്കി എടുക്കണം ഫാഷൻ ഫ്രൂട്ട്. അപ്പോൾ ഇനി ചൂട് സമയമൊക്കെ അല്ലേ, ഫാഷൻ ഫ്രൂട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ജ്യൂസൊക്കെ അടിച്ച് കുടിക്കാനൊക്കെ കഴിയും. അപ്പോൾ ഇതിൽ ഒരു നിവൃത്തിയില്ല, നമ്മൾ വെള്ളം ഒഴിക്കും തോറും വെള്ളം പുറത്ത് പൊയ്ക്കൊണ്ടാണ് ഇരിക്കുന്നത്. എന്നും അങ്ങനെയാണ്. അതൊക്കെ ചെയ്യാനായിട്ട് ഒത്തിരി സമയം വേണ്ടി വരുമല്ലേ. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇന്നിപ്പോൾ ഇതങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ ഇവിടെ ഒരു പിച്ചി നിൽക്കുന്നതാണ്. പിച്ചിയിലും അതുപോലെ ബക്കറ്റ് ചട്ടി നിറയെ മണ്ണും വേരുമായിട്ട് നിൽപ്പുണ്ട്. ഇത് രണ്ടും ഇന്ന് ക്ലീൻ ചെയ്യുന്ന പരിപാടിയാണ്. തറയെല്ലാം തൂത്ത് നീറ്റാക്കി കുറേയൊക്കെ ചെയ്തു കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്കുള്ള ചവറെല്ലാം കുറച്ച് വീണ്ടും എടുക്കുന്നതെന്ന് വെച്ചാൽ ഒട്ടും സ്പേസ് ഇല്ല, ഒരു ടബിൾ തമ്മിലും സ്പേസ് ഇല്ല, നിന്നൊന്നും ചെയ്ത് എടുക്കാനോ ഒന്നും പറ്റുന്നില്ല. ഇനി അകത്ത് കയറി നിന്നിട്ട് കൈകൊണ്ട് എടുക്കണം, അല്ലാതെ ചൂലിട്ട് ചെയ്യാൻ പറ്റുന്നേ ഇല്ല. അങ്ങനെ സൈഡെല്ലാം കുറേ തൂത്തുവാരി എല്ലാ ചവറുമൊക്കെ എടുത്തു. അത് നമുക്ക് ചെടി നടാനായിട്ട് നല്ലതായിരിക്കുമല്ലോ. ആ ചവറ് അടിയിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് മണ്ണും കൂടെ ഇട്ട് ചാണകപ്പൊടി എല്ലാം കൂടെ ഇട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് വേറെ ഏതെങ്കിലും ചെടികൾ നടാൻ കഴിയും. എനിക്ക് കുറച്ച് മുളകിൻ്റെ അരിയിട്ട് പൊടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ, വിത്തിട്ടിട്ട്. അപ്പോൾ അത് നടാമെന്നുള്ള ഉദ്ദേശത്തിൽ ഒരു 4 ചട്ടിയിൽ ഈ ചവറും എല്ലാം കൂടെ ആക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി അതും നടണം. ഇതിനെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് കുറച്ച് മണ്ണും ചാണകപ്പൊടിയും എല്ലാം കൂടെ ഇട്ട് നട്ട് വയ്ക്കേണ്ടി ഉണ്ട്. അതുപോലെ ഈ പിച്ചിയും ഓരോ ദിവസവും എന്തെങ്കിലുമൊക്കെ പരിപാടികൾ കാണും. ഏതെങ്കിലും ഒരു ദിവസം വേറെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചാൽ അത് പറ്റത്തില്ല. ഈ ചെടിയുടെ മൂട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേറെ ഒരു ജോലിയും നടക്കത്തില്ല. സ്റ്റിച്ചിങ്ങും എല്ലാം കിടക്കുന്ന, പക്ഷെ അതെല്ലാം മാറ്റി വെച്ചിട്ടാണ് ഈ ചെടിയുടെ മൂട്ടിൽ മേളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇറങ്ങുന്നത് ഏകദേശം 10-11 മണിയാകും. അങ്ങനെ നിന്ന് പോകും നമുക്ക് 100 ജോലി ഉണ്ടല്ലോ അതിനകത്ത്. ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ കാണും. ചെടിക്ക് വെള്ളം ഒഴിക്കുക എന്നുള്ള മാത്രമല്ലല്ലോ നമ്മുടെ ദൗത്യം. പിന്നെ ഇഷ്ടം പോലെ ഒച്ച് കാണും, പായൽ കാണും, അങ്ങനെ ഓരോന്നും കാണും. പിന്നെ അതിലൊക്കെ ബഡ് വന്നു, എന്തൊക്കെയാണ് സംഭവിച്ചേക്കുന്നത് എല്ലാം നമുക്ക് നോക്കണമല്ലോ. നമ്മളൊക്കെ ഒത്തിരി പുതിയ വെറൈറ്റീസാണ് നമ്മൾ വാങ്ങി വച്ചേക്കുന്നത്. അപ്പോൾ അതിനെല്ലാം നല്ലവണ്ണം കെയർ കൊടുത്തില്ലെങ്കിൽ നമ്മുടെ പണി പാളും. അതുകൊണ്ട് അങ്ങനെയൊക്കെ ആണ് ജോലി, ഇന്നത്തെ ജോലി, സൺഡേ ജോലി ഇതൊക്കെയാണിന്ന്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ കൊടുത്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. കുറച്ച് ട്യൂബേഴ്സ് കിടപ്പുണ്ട്, എല്ലാവരും വന്ന് വാങ്ങണം. ഒരു ട്യൂബർ ഫ്രീ ആയിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും കൊടുത്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.